നോക്കൂ സ്മൃതി, നമ്മുടെ ജനാധിപത്യം ഏറ്റവും പ്രവർത്തനക്ഷമമായ ഒരു ദിവസമാണിന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിൽ നേരത്തെ റോഷിപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 തൂണുകളുണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ. അതിലെ 3 തൂണുകൾ വളരെ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് സമർപ്പിക്കുന്നത് 5 വർഷമാകുന്നു. 4.5 വർഷമെന്ന് കൃത്യമായി പറയാം. 4.5 വർഷമായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന സാഹചര്യത്തിൽ ഇതിന് പിന്നാലെ നിന്നത് മാധ്യമ പ്രവർത്തകരാണ്. ഏതാനും മാധ്യമ പ്രവർത്തകരും ഏതാനും മാധ്യമ സ്ഥാപനങ്ങളുമാണ്. നിരന്തരമായി അവർ ഈ വിഷയം പിന്തുടർന്നുകൊണ്ടിരുന്നു, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, 4ാം തൂണ് ജനാധിപത്യത്തിൻ്റെ. ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പൗരാവകാശം ലംഘിക്കപ്പെടരുതെന്നും അത് ഉറപ്പാക്കപ്പെടണമെന്നും ആഗ്രഹമുള്ള മാധ്യമ പ്രവർത്തകരുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവായിട്ട് തന്നെ കാണാം. ആ ബോഡി ഒരു വലിയ ശക്തമായ തീരുമാനമെടുത്തു അല്ലേ. ഇത് നിരന്തരമായ മാധ്യമപ്രവർത്തകരുടെ ആവശ്യത്തെ തുടർന്ന് ഇൻഫർമേഷൻ കമ്മീഷൻ എടുത്ത തീരുമാനം എന്താ? ഇത് പൊതുജന സമക്ഷം വെക്കേണ്ട റിപ്പോർട്ടാണെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് മറ്റാരുടെയും സ്വകാര്യതയ്ക്ക് ലംഘനം വരുത്താത്ത രീതിയിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള നിർണായകമായ തീരുമാനമെടുത്തു. അതാണല്ലോ ഈ മാധ്യമപ്രവർത്തകർ നടത്തിയ നിരന്തര ശ്രമത്തിൻ്റെ ഉത്തമമായ ഒരു നേട്ടമെന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കമ്മീഷൻ എടുത്ത ഒരു തീരുമാനമാണ്. എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ, ശക്തമായ തടസ്സങ്ങളുമായി പലരും രംഗപ്രവേശം ചെയ്തല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ പോലും ഇത് പുറത്തു വരുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ജുഡീഷ്യറി, 3ാം തൂണ് ജുഡീഷ്യറി എന്താ എടുത്ത നിലപാട്? അത് ഹൈക്കോടതി, ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് ഇവരൊക്കെ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരികയും അത് ചർച്ച ചെയ്യപ്പെടുകയും വേണം എന്നാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്, പുറത്തു വിടേണ്ടി വന്നു സർക്കാരിന് എന്നുള്ളതാണ്. ഇവിടെ സർക്കാരിൻ്റെ കാര്യത്തിനകത്ത് എനിക്കൊരു അഭിപ്രായം ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ സമ്മതിക്കുന്നു 2017 പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ WCC എന്നൊരു സംഘടന ഉണ്ടാകുന്നു. ആ സംഘടന വളരെ ശക്തമായ പ്രതിഷേധവുമായി സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാർ ആ പ്രതിഷേധത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന അപജയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സമിതിയെ നിയമിക്കുന്നു. ഒരു തർക്കവും വേണ്ട, 2016 അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാരിൻ്റെ മികച്ച തീരുമാനങ്ങളിലൊന്നു തന്നെയാണ്, മാതൃകാപരമായ തീരുമാനമാണ് 2017 ജൂലൈയിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റിയെ കൊണ്ട് ഈ വിഷയങ്ങൾ പഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ളൊരു തീരുമാനമാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നോക്കൂ, 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും 4.5 വർഷം. ഇത് ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് പോലെ, സാമൂഹ്യ നിരീക്ഷകർ പറയുന്നത് പോലെ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നില്ലേ. നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2020 ജസ്റ്റിസ് ഹേമ തന്നെ ഒരു കത്തെഴുതിയെന്നാണ് സർക്കാർ ഇപ്പോൾ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2020 ജസ്റ്റിസ് ഹേമ പറഞ്ഞു അത്രേ, ഒരു കത്തെഴുതി അത്രേ സർക്കാരിന്, പല വ്യക്തികളുടെയും സ്വകാര്യതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് പറഞ്ഞു. 2020 ഇങ്ങനെ ഒരു കത്തുണ്ട്. പക്ഷേ 2024 ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം പുറത്തുവിടേണ്ടി വന്നു. അങ്ങനെ പുറത്ത് വിടാം സർക്കാരിന്, അതിനൊരു ഓർഡറൊന്നും വേണ്ട. സമൂഹത്തിൻ്റെ ഒരു നന്മയെ കരുതി സർക്കാരിന് അത്തരം ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സർക്കാരിനും മുകളിലല്ല ഒരു കമ്മിറ്റിയും ഒരു കമ്മീഷനും. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അപ്പോഴും സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യേണ്ട, നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പകരം ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങാമല്ലോ അല്ലേ. ഇപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന? ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം ഒട്ടേറെ നിർദ്ദേശങ്ങൾ അവിടെ ഈ പറയുന്ന സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് സിനിമയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിയമനിർമ്മാണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ഈ സർക്കാരിന് മുന്നോട്ട് പോകാമായിരുന്നല്ലോ, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ പറയുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒരുമിച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണെന്നേ. ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്ന ആത്മാഭിമാനത്തോടെ, ആർജവത്തോടെ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ എവിടെയുണ്ട് കേരളത്തിലല്ലാതെ? ഇന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്നറിയാവോ? നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ്. നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആരാണെന്നറിയാവോ? ആത്മാഭിമാനത്തോടു കൂടി തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. നിങ്ങൾ ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങളെ പരിചരിക്കുന്നത് ആരാണ്? നഴ്സുമാരായി പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ്. എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ മുന്നിലാണ് കേരളത്തിൽ. അവിടെയൊക്കെ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ചില എക്സെപ്ഷണൽ കേസുകളുണ്ട് എന്നുള്ളത് സമ്മതിക്കാം. അതൊക്കെ ഒരു സമൂഹത്തിൽ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ്. എന്നാൽ ഭൂരിഭാഗം വരും, ഞാൻ പറയുന്നത് 99% സ്ത്രീകളും, അത് കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അതിലേതെങ്കിലും ഫാക്ടറിയിൽ പോയി തൊഴിലെടുക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന മാലിന്യങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിലും നഴ്സിംഗ് ജോലിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ ഏത് തൊഴിലിടത്തിൽ കേരളത്തിൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അവരൊക്കെ ആത്മാഭിമാനത്തോടു കൂടി, ആർജവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നല്ല വ്യക്തിത്വം ഉള്ളവർ ആളുകളുമാണ്.
മേഖലയാണ്. ആ രീതിയിൽ നമുക്ക് അവരെ നിലനിർത്താൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമാ മേഖലയ്ക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല, യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഈ സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കലാപ്രവർത്തന മേഖലയാണ്, ഒരു സംശയമില്ല. പക്ഷേ അതൊരു വ്യവസായ മേഖലയുമാണ്, അതൊരു തൊഴിലിടമാണ്. ആ തൊഴിലിടത്തിൽ മറ്റൊരു മേഖലയിലും സംഭവിക്കാത്തത്ര വലിയ ചൂഷണങ്ങളും വലിയ പീഡനങ്ങളും നടക്കുന്നുണ്ട് എങ്കിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിന് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും വിശദമായിട്ട് ഇനി വരുന്ന ചർച്ചകളിൽ ആ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. എങ്കിലും 2-3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഒന്ന്, ഈ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള വഴിപ്പെടലുകൾക്ക് വിധേയരാകണം എന്ന് പറയുന്നൊരവസ്ഥ കേരളത്തിലൊരു പുതിയ അറിവല്ല, നമുക്കാർക്കും ഒരു പുതിയ അറിവല്ല ഇത്. ഈ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കുടുംബത്ത് പിറന്ന പെണ്ണുങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥലമാണ് സിനിമാഭിനയം എന്ന് വരെ പറയുന്നു. ആ പ്രയോഗം തെറ്റാണെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്ന മേഖലയിലെ സ്ത്രീകളെക്കുറിച്ച് പൊതുസമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ താല്പര്യമോ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള വിധേയത്വത്തിനും അടിമകളാകണം എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമാണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിൽ സെക്ഷുവൽ അബ്യൂസ് നടക്കുന്നു, സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്ന് ഈ റിപ്പോർട്ട് പറയുന്നത്. ഞാൻ വളരെ പ്രധാനമായി കാണുന്ന മറ്റൊരു കാര്യം, ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രഗിൻ്റെ ഒരു കേന്ദ്രമായിട്ട് സിനിമാ മേഖല മാറുന്നു. അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഈ സിനിമാ മേഖലയിലെ കലാകാരന്മാർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ വലിയ രീതിയിൽ ഡ്രഗ് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ ഡ്രഗിൻ്റെ ഉപയോഗം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് പുതിയ തലമുറ വലിയ രീതിയിൽ ഡ്രഗ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായിട്ട് കേരളത്തിൽ സിനിമാ മേഖല മാറുകയാണെന്ന് പറഞ്ഞാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള തൊഴിൽ വിവേചനം ഈ റിപ്പോർട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വരി എന്ന് പറയുന്നത് ഒരു വലിയ ക്ലാസ് ഡിഫറൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലൈറ്റ് ബോയ്ക്ക് കിട്ടുന്ന 2 ബ്രെഡാ. ഇങ്ങനെയാണ് ഈ പറയുന്ന നമ്മളൊക്കെ നാട്ടിൽ ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും അത് ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇപ്പം ഈ റിപ്പോർട്ടർ ടി വിയുടെ ക്യാൻറ്റീനിൽ റിപ്പോർട്ടർ ടി വിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു ഭക്ഷണം, ചീഫ് എഡിറ്റർക്ക് വേറൊരു ഭക്ഷണം, അതുപോലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ട്രെയിനിക്ക് വേറൊരു ഭക്ഷണം. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്? അല്ലല്ലോ, എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ്. ഇത് റിപ്പോർട്ടർ ടി വിയുടെ മാത്രം പ്രത്യേകതയല്ല. ഇത്തരം തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും ഒറ്റ ഭക്ഷണമേ കിട്ടുള്ളൂ. ഈ ഇൻഡസ്ട്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്തെല്ലാം ഫെസിലിറ്റീസ് ആളുകൾക്ക് കൊടുക്കണമെന്നുള്ളൊരു വർഗപരമായൊരു വിവേചനം നിലനിൽക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം വളരെ പ്രധാനമല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയിൽ, ഒരു തൊഴിലിടത്തിൽ ജനങ്ങൾക്ക്, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇത്തരത്തിലുള്ള വിവേചനങ്ങളും ഇത്തരത്തിലുള്ള പീഡനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളത് അന്വേഷിച്ച് അതിനൊരു പരിഹാരമുണ്ടാക്കണം. ആ പരിഹാരമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർജവമുള്ളൊരു സർക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ പ്രശ്നങ്ങളുടെ മേളിൽ നടപടികൾ എടുക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഈ പരാതിയുടെ ഇതൊന്നും ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഒറ്റയാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഇയാളിങ്ങനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇയാളിങ്ങനെ എന്നെ ഒരു വിഷമസ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു, ഇയാളിങ്ങനെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ദെയർ ആർ ഡൗട്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് എന്നാണ് പറയുന്നത്. സംശയങ്ങളുണ്ട്, സാഹചര്യപരമായിട്ടുള്ള സംശയങ്ങളുമുണ്ട്. അപ്പോൾ ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനൊരു കേസിലേക്കൊക്കെ പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കേസിന് പോകുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഈ മുഖംമൂടികൾ അഴിഞ്ഞു വീണിട്ടുണ്ട്. വലിയൊരു മാഫിയ, ക്രിമിനൽ സ്വഭാവമുള്ളൊരു മാഫിയ ഈ പറയുന്ന മലയാള സിനിമാ രംഗത്ത് പിടിമുറുക്കിയിരിക്കുന്നുവെന്നും അവരുടെ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങാത്തവരെയൊക്കെ അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും അവർ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലും ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും വലിയ രീതിയിലുള്ള ഡ്രഗ് അബ്യൂസും ഡ്രഗ് അഡിക്ഷനും ഉണ്ടാകുന്നൊരു മേഖലയായിട്ട് അത് മാറിയിരിക്കുന്നു എന്നുമൊക്കെയുള്ള വലിയ കണ്ടെത്തലുകളാണ് ഈ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ചെറിയ സാമൂഹിക ഭീഷണിയല്ല. ആ സാമൂഹിക ഭീഷണിയെ അഡ്രസ്സ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അവരാണ് ഈ സംസ്ഥാനത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിൽ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അനിവാര്യമായി വന്നിരിക്കുന്നു. സിനിമാ രംഗത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യവുമില്ല കേട്ടോ. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു റിപ്പോർട്ടുമല്ല ഇത്. ഈ സിനിമാ രംഗത്ത്
ഉള്ള അനാവശ്യമായ പ്രവണതകളെയാണ് ഈ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നത്. അതിനർത്ഥം എല്ലാ സിനിമാക്കാരും മോശമാണെന്നോ, എല്ലാ സിനിമാ നടിമാരും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നോ, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നോ ഒന്നുമല്ല. മറിച്ച് സിനിമാ രംഗത്ത് ചില അനാവശ്യമായ പ്രവണതകളുണ്ട്. നമ്മളിപ്പോൾ ഒരു കൃഷിയിടത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഒരു അനാവശ്യമായ പ്രവണത ഉണ്ടാവുകയാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു അനാവശ്യമായ പ്രവണത ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് തിരുത്തേണ്ടതില്ലേ? അതുപോലെ കണ്ടാൽ മതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് മലയാള സിനിമാ രംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്നത് ആ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെങ്ങനെയുള്ള പരിഹാരങ്ങൾ കണ്ടെത്താമെന്നാണ്. ആ കർമ്മം വളരെ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി, നമുക്ക് അതും അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റിസ് ഹേമയാണെങ്കിലും KB വത്സലകുമാരിയാണെങ്കിലും നടി ശാരദയാണെങ്കിലും അവരവരുടെ റോള് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന ഒരു ഫോറം ഉണ്ടായപ്പോൾ ആ ഫോറത്തിലേക്ക് സ്വമേധയാ പോയി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ വ്യക്തമായി തങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകളെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായൊരു ശക്തമായൊരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റിക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല, അതൊരു കലാപ്രവർത്തന മേഖലയാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതൊരു വലിയ തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന വലിയ മാഫിയ സംഘങ്ങളെയും ക്രിമിനൽ ആക്ടിവിറ്റീസിനെയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. അത് വളരെ പ്രധാനമാണ് ചരിത്രത്തിൽ. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇനി ഈ റിപ്പോർട്ടിൻ്റെ മേളിൽ, ഇത് 4.5 വർഷം അടയിരുന്നു, 4.5 വർഷം അതിൻ്റെ മേൽ കോൾ സ്റ്റോറിയിൽ വെച്ചിരുന്നു. ഇനി വളരെ വ്യക്തതയോടുകൂടി ശക്തമായ ഇടപെടൽ നടത്തേണ്ടതാണ്. അതാണ് ചരിത്രപരമായി സർക്കാരിന് ഇക്കാര്യത്തിൽ നിർവഹിക്കാനുള്ള ധർമ്മമെന്നും ഞാൻ വിചാരിക്കുന്നു. Meet the editors.